നമസ്കാരം. സംസ്ഥാനത്തെ വിവിധ ജനവിഭാഗങ്ങൾക്കായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വൈവിധ്യമാർന്ന ധനസഹായ പദ്ധതികളുടെ വിതരണം ഈ മാസം 25-ാം തീയതിയോടെ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. സാമ്പത്തിക വർഷത്തിന്റെ അവസാന നാളുകളിൽ അർഹരായ ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൃത്യസമയത്ത് ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ധനവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും അതിനോടനുബന്ധിച്ചുകൊണ്ട് നിലവിൽ വരാനിടയുള്ള പെരുമാറ്റച്ചട്ടവുമൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് ആനുകൂല്യ വിതരണത്തിൽ യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാൻ സർക്കാർ മുൻകൂർ ജാഗ്രത ഇപ്പോൾ പുലർത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടത്തുന്നതിനുള്ള പ്രത്യേക ഉത്തരവുകൾ ഇതിനോടകം തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ വീട്ടമ്മമാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ 2ാം ഗഡു വിതരണമാണ് ഈ മാസത്തെ പ്രധാന സവിശേഷ സഹായം. BPL അതുപോലെ തന്നെ APL റേഷൻ കാർഡ് ഉടമകളായിട്ടുള്ള കുടുംബങ്ങളിലെ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന ഈ പദ്ധതി സ്ത്രീ ശാക്തീകരണ രംഗത്തെ സുപ്രധാന ചുവടുവയ്പായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടം വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ശേഷം വിതരണം ചെയ്യുന്ന ഈ 2ാം ഗഡു ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി എത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അർഹരായവരുടെ എണ്ണവും ആവശ്യമായ തുകയും സംബന്ധിച്ച റിപ്പോർട്ടുകൾ ധനവകുപ്പിനെ കൈമാറുന്ന മുറയ്ക്ക് 25-ാം തീയതി മുതൽ തുക ക്രെഡിറ്റ് ആയി തുടങ്ങുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷന് പുറമെയായിട്ട് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ആനുകൂല്യങ്ങളും ഈ മാസം വിതരണം ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ നൈപുണ്യ വികസനത്തിലുമൊക്കെ തന്നെ ഏർപ്പെട്ടിരിക്കുന്ന അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 1000 രൂപ വീതമാണ് ഈ പദ്ധതിയിലൂടെ ഒരു വർഷത്തേക്ക് ലഭിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് ഏകദേശം 31 ലക്ഷം പേർക്ക് വിവിധ ക്ഷേമ പദ്ധതികൾ വഴി ധനസഹായം എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിൽ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിക്കായി മാത്രം ഇതിനോടകം തന്നെ 18 ലക്ഷത്തിലധികം അപേക്ഷകൾ ലഭിച്ചതായിട്ടാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപേക്ഷകരുടെ എണ്ണം വർദ്ധിക്കുന്നത് കണക്കിലെടുത്തുകൊണ്ട് ഗുണഭോക്താക്കളുടെ പട്ടിക വിപുലീകരിക്കാനുള്ള നടപടികളും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പദ്ധതിയിൽ ഇതുവരെയും അംഗങ്ങളല്ലാത്ത അർഹരായ വ്യക്തികൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം അനുവദിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അർഹതയുള്ള എല്ലാ ഗുണഭോക്താക്കളെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കർശനമായിട്ടുള്ള പരിശോധനകൾ നടന്നു വരികയാണ്. മുൻപ് അപേക്ഷ നൽകിയിട്ടും അംഗീകാരം, അതായത് അപ്രൂവൽ ലഭിക്കാത്ത പലർക്കും നിലവിൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കി പെൻഷൻ അനുവദിച്ചു വരുന്നുണ്ട്. അർഹരായ ആരും തന്നെ പദ്ധതിക്ക് പുറത്താകരുത് എന്ന നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വൈകിയവർ എത്രയും വേഗം തന്നെ ബന്ധപ്പെട്ട ഓഫീസുകൾ വഴി നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ അപേക്ഷയുടെ നിലവിലത്തെ സ്റ്റാറ്റസ് പരിശോധിക്കാനായിട്ട് സേവന പെൻഷൻ പോർട്ടലിൽ വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്താൽ അപേക്ഷ അപ്രൂവ് ആയോ എന്നും പെൻഷൻ ID ലഭിച്ചോ എന്നും ഒക്കെ തന്നെ ലളിതമായിട്ട് കാണാൻ സാധിക്കും. ഓരോ ഗുണഭോക്താവിനും അനുവദിച്ചിട്ടുള്ള സവിശേഷമായ പെൻഷനർ ID അത് ഭാവിയിലെ എല്ലാ ഇടപാടുകൾക്കും സ്റ്റാറ്റസ് പരിശോധനകൾക്കും അത്യന്താപേക്ഷിതമാണ്. ഈ പെൻഷൻ ID ഉപയോഗിച്ച് തുക അക്കൗണ്ടിൽ എത്തിയോ എന്നും അഥവാ ഇനി അപേക്ഷയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ, തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്നും പോർട്ടലിലൂടെ തന്നെ അറിയാൻ സാധിക്കും. അപേക്ഷ സമർപ്പിച്ച് ദീർഘനാളായിട്ടും അംഗീകാരം ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എത്രയും വേഗം തന്നെ തങ്ങളുടെ പരിധിയിലുള്ള പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ ഓഫീസുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെടേണ്ടതാണ്. അപേക്ഷാ പരിശോധനകളൊക്കെ തന്നെ ദ്രുതഗതിയിൽ നടക്കുന്ന സമയമായതിനാൽ തന്നെ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളോ രേഖകളുടെയൊക്കെ തന്നെ കുറവോ തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടുന്നത് ഉചിതമായിരിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ എന്നത് പൗരന്മാരുടെ അവകാശമായതിനാൽ കൃത്യസമയത്തെ പരിശോധനകൾ പൂർത്തിയാക്കി അർഹമായ തുക കൈപ്പറ്റാൻ ഓരോ ഗുണഭോക്താവും ശ്രദ്ധിക്കേണ്ടതാണ്. മാസാവസാനത്തോടെ ക്ഷേമ പെൻഷനുകളും പൂർണ്ണതോതിൽ വിതരണം ചെയ്യാനാണ് അധികൃതർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.